ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് കിച്ചണിൽ നിന്നുള്ള വെജിറ്റബിൾ വേസ്റ്റൊക്കെ എങ്ങനെ കമ്പോസ്റ്റാക്കി മാറ്റാം എന്നുള്ളതാണ്. വളരെ ഈസിയായി ചെയ്തെടുക്കാവുന്ന ഒരു രീതിയാണിത്. അപ്പോൾ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചെറുതോ വലുതോ ആയ ബോട്ടിൽ എടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ബോട്ടിലിൻ്റെ ക്യാപ്പ് ആവശ്യമില്ല. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ അടിഭാഗം ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ബോട്ടിലിൽ ഇതുപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി എടുത്തിരിക്കുന്നത് കമ്പോസ്റ്റിനായുള്ള പച്ചക്കറി വേസ്റ്റാണ്. പച്ചക്കറി വേസ്റ്റൊക്കെ ഇങ്ങനെ ചെറിയ പീസസ് ആയി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗത്തിൽ കമ്പോസ്റ്റായി കിട്ടും. നോൺ വെജ്, മിൽക്ക് പ്രൊഡക്ട്സ്, വേവിച്ചതും എണ്ണമയമുള്ളതുമായ വേസ്റ്റൊക്കെ ഒഴിവാക്കുക. പാലിൻ്റെ അംശം കളഞ്ഞ തേയില വേസ്റ്റൊക്കെ ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ അല്പം ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് മാത്രമായാണ് ചേർക്കുന്നതെങ്കിലും കുഴപ്പമില്ല. ഡികമ്പോസിങ് പ്രോസസ്സിനെ കുറച്ച് വേഗത്തിലാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ തൈരും ശർക്കരപ്പൊടിയും ഒക്കെ ഇങ്ങനെ പച്ചക്കറി വേസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം കൈവച്ചോ സ്പൂൺ ഉപയോഗിച്ചോ ഇതുപോലെ ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് ബുദ്ധിമുട്ടായി തോന്നുന്നു എങ്കിൽ വെജിറ്റബിൾ വേസ്റ്റൊക്കെ ബോട്ടിലിൽ നിറച്ച ശേഷം അല്പം വെള്ളത്തിൽ 4-5 ടീസ്പൂൺ തൈരും അല്പം ശർക്കരയും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചാലും മതി. ഇനി ബോട്ടിലിലേക്ക് കുറച്ച് ഇലകൾ ഇട്ട് കൊടുക്കാം. ഉണങ്ങിയ ഇലകളായാലും മതി. അതിനുശേഷം പകുതിയോളം പച്ചക്കറി വേസ്റ്റ് ഇട്ടതിനു ശേഷം കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം വരെ പച്ചക്കറി വേസ്റ്റ് നിറച്ചതിനു ശേഷം കുറച്ച് മണ്ണിട്ട് കവർ ചെയ്യുക. അതിനുശേഷം ഈ ബോട്ടിൽ പോട്ടിലോ ഗ്രോ ബാഗിലോ ചെടിയിൽ നിന്നും അല്പം മാറ്റി വീഴാതിരിക്കാൻ പാകത്തിന് മണ്ണിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇതിനുശേഷം ബോട്ടിലിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുൻപ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ വെജിറ്റബിൾ വേസ്റ്റ് ബോട്ടിലിൽ നിറയ്ക്കുന്നതിന് മുൻപ് വേസ്റ്റിൽ തൈര് ചേർത്തിട്ടില്ല എങ്കിൽ വളരെ കുറച്ച് വെള്ളത്തിൽ അല്പം മാത്രം ശർക്കരയും 4-5 ടീസ്പൂൺ തൈരും ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ ലാസ്റ്റിൽ ഒഴിച്ചു കൊടുത്താലും മതി. അതുമല്ലെങ്കിൽ തൈര് കുറച്ച് മോര് രൂപത്തിലാക്കി ഒഴിച്ചാലും മതി. അതിനുശേഷം ബോട്ടിൽ ഇതുപോലെ കവർ ചെയ്ത് വെക്കുക. ഞാനിവിടെ കവർ ചെയ്യാനായി ഒരു ചിരട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി വലിയ വക്കുകളൊന്നുമില്ലാത്ത ചെറിയ പോട്ടിലാണ് നമ്മൾ ഈ ബോട്ടിൽ വെക്കുന്നതെങ്കിൽ ബോട്ടിൽ വീഴാതിരിക്കാൻ ഇതുപോലെ ഒരു കമ്പ് മണ്ണിലേക്ക് കുത്തിക്കൊടുത്ത് അതിൽ ബോട്ടിൽ കുത്തി നിർത്തിയാൽ മതി. ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും ബോട്ടിലിൽ നിറഞ്ഞിരുന്ന വെജിറ്റബിൾ വേസ്റ്റൊക്കെ ബോട്ടിലിൻ്റെ പകുതിയിൽ കൂടുതൽ താഴേക്കായിട്ടുണ്ട്. ഇതിലേക്ക് വീണ്ടും നമുക്കിതുപോലെ കിച്ചൺ വേസ്റ്റ് നിറച്ചു കൊടുക്കാം. ഇങ്ങനെ പലപ്പോഴായി ബോട്ടിൽ നിറയുന്നത് വരെ ഇങ്ങനെ വേസ്റ്റ് നിറച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ബോട്ടിലിൽ നിന്നും ഊറി വരുന്ന സ്ലറി എപ്പോഴും ചട്ടിയിലെ ചെടിക്ക് വളമായി കിട്ടുകയും ചെയ്യും. ഇതേ രീതിയിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലുമൊക്കെ നമുക്കിങ്ങനെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യാനായി വെക്കാൻ പറ്റും. ചിരട്ടകളിലും ഞാൻ ഈ രീതിയിൽ പച്ചക്കറി വേസ്റ്റ് നിറച്ച് ചട്ടികളിൽ വയ്ക്കാറുണ്ട്. ഇതൊരു 40 ഡേയ്സ് കഴിഞ്ഞ് ബോട്ടിലിൽ നിന്നും കിട്ടിയ കമ്പോസ്റ്റാണ്. ഇത് ശരിക്കും അങ്ങോട്ട് പൊടിഞ്ഞിട്ടില്ല. ഒരു 2 മാസം കഴിഞ്ഞ കമ്പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതിലും പൊടി രൂപത്തിലുള്ള കമ്പോസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. മഴ സമയമൊക്കെ ബോട്ടിലിൽ എപ്പോഴും വെള്ളം കയറാനിടയുണ്ടെങ്കിൽ ബോട്ടിൽ കമ്പോസ്റ്റ് ഇതുപോലെ പൗഡർ രൂപത്തിൽ കിട്ടണമെന്നില്ല. ഇങ്ങനെ ചെറിയ കണ്ടെയ്നറിൽ വെച്ചിരിക്കുന്ന വേസ്റ്റൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടെയ്നർ നല്ല വെയിൽ തട്ടുന്ന സ്ഥലങ്ങളിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ കണ്ടെയ്നറിനുള്ളിലെ കിച്ചൺ വേസ്റ്റ് ഉണങ്ങിപ്പോകുന്നു എന്ന് തോന്നിയാൽ അല്പം വെള്ളം നനച്ചു കൊടുക്കാം.
ഈ കണ്ടെയ്നറിലൊക്കെ കമ്പോസ്റ്റ് ചെയ്യുവാനായി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ വേസ്റ്റാണ്. ഇതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.